ഒരു വിദ്യാർത്ഥിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ കടമ പഠിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കടമയും പഠിക്കുക എന്നുള്ളതാണ്. മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കടമയും പഠിക്കുകയാണ് എന്ന് പറഞ്ഞ വ്ളാഡിമിർ ഇലിനേവ് ലെനിനെ ഓർത്തുകൊണ്ട് ഈ ദിവസത്തെ വൈജ്ഞാനിക പോരാട്ടത്തിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരെയും സന്തോഷത്തോടെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. സ്പോർട് മീഡിയയുടെ സ്പോർട് ക്വിസിന്റെ ഇന്നത്തെ അധ്യായം ഞങ്ങൾ ചിത്രീകരിക്കുന്നത് ഒരു ദശാബ്ദ കാലത്തിലേറെയായി പാഠ്യേതര വിഷയങ്ങളിൽ തൻ്റെതായ മികവുകൾ പുലർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ വെച്ചാണ്. അപ്പോൾ ഇപ്പോയ വർഷങ്ങളിൽ ശാസ്ത്രമേളയിലും ഗണിതശാസ്ത്രമേളയിലും ഓവറോൾ ചാമ്പ്യൻഷിപ്പും അതുപോലെ തന്നെ ഒട്ടനവധി പുരസ്കാരങ്ങൾ നേടിയ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ വെച്ചിട്ടാണ് ഇന്നത്തെ ഈ ഒരു മത്സരയാത്രയ്ക്ക് ഞങ്ങൾ തുടക്കം കുറിക്കുന്നത്. ഒരുപക്ഷെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഏതാണ് ആ സ്കൂളെന്ന് മനസ്സിലായി കാണും. കണ്ണൂർ ജില്ലയിലെ മുതുകുറ്റി UP സ്കൂളിൽ വെച്ച് ചിത്രീകരിക്കുന്ന ഈ മത്സര പോരാട്ടത്തിലേക്ക് ഒരിക്കൽ കൂടി എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ സന്തോഷത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമുക്ക് നോക്കാം ആരൊക്കെയാണ് ഇന്നത്തെ ഈ മത്സരയാത്രയിൽ ഞങ്ങളോടൊപ്പം പങ്കുചേരുന്ന ആ കുട്ടികൾ ആരാണെന്ന് പരിചയപ്പെടാം. നമസ്കാരം മക്കളെ, ഭക്ഷണമൊക്കെ കഴിച്ചു. ഞങ്ങൾ സ്പോർട് മീഡിയ എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിൽ നിന്ന് വരികയാണ്. ക്വിസാണ്. നിങ്ങൾ പേടിക്കുന്ന പോലെ വലിയ വലിയ ചോദ്യങ്ങളൊന്നല്ല, വളരെ ലളിതമായിട്ടുള്ള 3 ചോദ്യങ്ങൾ നിങ്ങളോട് എല്ലാവരോടും ഞാൻ ചോദിക്കും. അതിൽ 3 ചോദ്യങ്ങൾക്കും നിങ്ങൾ ശരിയായ ഉത്തരമാണ് പറയുന്നതെങ്കിൽ വലിയൊരു സമ്മാനമാണ് നിങ്ങൾക്ക് ഞങ്ങൾ കരുതി വെച്ചിട്ടുള്ളത്. അപ്പം നമുക്കൊന്ന് ആദ്യമായിട്ടൊന്ന് പരിചയപ്പെടാം. പേര് അൻവിത കെ. എത്ര ക്ലാസ് പഠിക്കുക? 7ാം ക്ലാസ്സിൽ. ഏതാണ് ഡിവിഷൻ? B ആണ്. അൻവിത നന്നായിട്ട് പഠിക്കാറുണ്ടോ? ക്ലാസ് ടെസ്റ്റ് ഒക്കെ കഴിഞ്ഞല്ലേ? പരീക്ഷയൊക്കെ കഴിഞ്ഞില്ലേ? എല്ലാ വിഷയങ്ങളും നല്ല മാർക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ. രണ്ടാമത്തെ ആളുടെ പേര് നവന്യ ജിതിൻ. ഏത് ക്ലാസ്സിലാണ്? 7th. ഒരേ ബാച്ച് തന്നെയാണോ? ഒരേ ക്ലാസ് തന്നെയാണോ? അല്ല, 7th A മോള് നന്നായിട്ട് പഠിക്കാറുണ്ടോ? പഠിക്കാറുണ്ട്. ഏത് വിഷയങ്ങളിലാണ് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടാറ്? സോഷ്യല്. ഓക്കെ. മോളുടെ പേരെന്താ? ഉത്തര കേവി. 7ാം ക്ലാസ്സിൽ തന്നെയാണോ? അല്ല, 6ാം ക്ലാസ്സിലാണ്. ഉത്തര കേവി ഇതുപോലുള്ള മത്സര പരിപാടികൾ മുന്നേ പങ്കെടുത്തിട്ടുണ്ട് എവിടെയെങ്കിലും? ആദ്യമായിട്ടാണ്. വേറെ എവിടെയെങ്കിലും ഇതേപോലെ സ്പോർട്സ് അല്ലെങ്കിൽ കല അങ്ങനെയുള്ള എന്തെങ്കിലും മത്സരത്തിൽ പങ്കെടുത്തിട്ടുണ്ടോ? ഇല്ല. പാട്ട് പാടാറുണ്ടോ? ചെറുതായിട്ട് പാടാറില്ല. ഓക്കെ. മോന്റെ പേരെന്താ? നവദീപ്. എത്ര ക്ലാസ് പഠിക്കുക? 6ാം ക്ലാസ്. മോന്റെ വീട് എവിടെയാ? ചെമ്പലോട്. ഓക്കെ. അപ്പൊ നമുക്ക് ഇതിൽ ഉത്തരം പറയാൻ വേണ്ടി തയ്യാറായിട്ട് നിൽക്കുന്ന ആളാരാണ്? മോളാണ്. മോളുടെ പേര് ഒന്നുകൂടി പറഞ്ഞോ. അൻവിത കെയുടെ എൻ്റെ ആദ്യത്തെ ചോദ്യം. അൻവിതയ്ക്ക് ഉത്തരം അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് സഹായം ചെയ്ത് കൊടുക്കുക കേട്ടോ. 2 ചോദ്യങ്ങൾക്ക് അൻവിതയെ സഹായിക്കാം. അൻവിതയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പൂവ് ഏതാണ്? റോസാണ്. റോസ് ഇഷ്ടമാണ് അല്ലേ? ജോൺ ഓഫ് കെന്നഡി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന പൂന്തോട്ട സസ്യം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയേണ്ട ഉത്തരം റോസാണ് അല്ലേ? പക്ഷേ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ട പൂവ് ഏതാണ്? റോസ് തന്നെ. മുല്ലപ്പൂ അല്ലേ? മോൻ ഇഷ്ടപ്പെട്ട പൂവ് റോസ് തന്നെ അല്ലേ? പക്ഷെ നിങ്ങളോടുള്ള എൻ്റെ ചോദ്യം വളരെ ലളിതമായിട്ടുള്ള ഒരു ചോദ്യം ഇതാണ്. ഏതാണ് നമ്മുടെ കേരളത്തിൻ്റെ ദേശീയ പുഷ്പം? കേരളത്തിൻ്റെ ദേശീയ പുഷ്പം ഏതാണ് എന്നാണ് എൻ്റെ ആദ്യത്തെ ചോദ്യം. അറിയാമോ? പറഞ്ഞോളൂ. കണിക്കൊന്ന. ഉറപ്പിക്കട്ടെ അൻവിത? ഉറപ്പിക്കാം. അൻവിത പറഞ്ഞ ഉത്തരം ശരിയാണെന്ന് നിങ്ങൾക്ക് 3 പേർക്ക് തോന്നുന്നുണ്ടോ? കണിക്കൊന്നയാണ്. ഉറപ്പിക്കട്ടെ. അൻവിത പറഞ്ഞത് കണിക്കൊന്ന എന്ന ഉത്തരമാണ് പറഞ്ഞിട്ടുള്ളത്. കേരളത്തിന്റെ സംസ്ഥാന പുഷ്പമായ ഗോൾഡൻ ടവർ ട്രീ എന്നറിയപ്പെടുന്ന കണിക്കൊന്ന എന്നുള്ള ഉത്തരം തന്നെ ശരിയായ ഉത്തരം തന്നെയാണ്. കൺഗ്രാജുലേഷൻ. നല്ല ക്ലാപ്പ് കൊടുക്കും. അടിപൊളിയാണ് അല്ലേ? അപ്പൊ ഇതേപോലെ ഇനി 2 ചോദ്യങ്ങളാണ് ബാക്കി കിടക്കുന്നത്. ആ 2 ചോദ്യങ്ങൾക്ക് ഇതുപോലെ തന്നെ ചിരിച്ചുകൊണ്ട് നന്നായിട്ട് ഉത്തരം പറയുകയാണെങ്കിൽ വലിയൊരു സമ്മാനം, ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞ ആ സമ്മാനമാണ് നിങ്ങളെ തേടി എത്തുന്നത്. ഓക്കെ. മോളുടെ ക്ലാസ് ടീച്ചർ ആരാ? സുമേഷ് മാഷ് ഏത് സബ്ജക്റ്റാണ് കൈകാര്യം ചെയ്യുന്നത്? മാത്സ് ആണ്. ഓക്കെ. മോളുടെ ക്ലാസ് ടീച്ചർ ആരാ? അഭിലാഷ് മാഷാണ് നമ്മളെ ഈ ഒരു പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി ഈ സ്കൂളിലേക്ക് ക്ഷണിച്ചത്. പക്ഷെ അഭിലാഷ് മാഷ് നിർഭാഗ്യവശാൽ ഇന്ന് ഇവിടെ ഇല്ല അല്ലേ? ഓക്കെ. അഭിലാഷ് മാഷ് ആണ് നിങ്ങളുടെ ക്ലാസ്. ഓക്കെ. മോളുടെ അഭിനന്ദ് മാഷ് എന്ത് സബ്ജക്റ്റ് എടുക്കുന്നത്? സോഷ്യൽ സയൻസ്. മോന്റെ ക്ലാസ് ടീച്ചർ ആരാ?
ഷല്ല ടീച്ചറാണ്. ടീച്ചർ എന്ത് സബ്ജക്റ്റ് എടുക്കാറ് മോനെ? ഇംഗ്ലീഷാണ്. അപ്പൊ ഒരുപാട് നിങ്ങൾക്ക് ടീച്ചേഴ്സിനൊക്കെ ഒരുപാട് ഇഷ്ടമാണോ? ഇവിടുത്തെ എല്ലാ ടീച്ചേഴ്സിനും ഒരുപാട് ഇഷ്ടമാണോ? ഇഷ്ടമാണ്, നല്ല ഇഷ്ടമാണ്. ഇതിൽ നന്നായിട്ട് വഴക്ക് പറയുന്ന അധ്യാപകന്മാരുണ്ട് ആരെങ്കിലും? വഴക്ക് പറയുക അല്ലെങ്കിൽ അടിക്കുക അങ്ങനെ പറയുന്ന അധ്യാപകന്മാരുണ്ടോ? ഇല്ല. വഴക്ക് പറയുന്ന അധ്യാപകന്മാരും അല്ലെങ്കിൽ അടിക്കുന്ന അധ്യാപകന്മാരും നിങ്ങൾക്ക് ഇഷ്ടമാണോ? അങ്ങനെ ഇഷ്ടമാണ്. മക്കള് നെല്ലിക്ക കഴിക്കാറുണ്ടോ? നെല്ലിക്ക കഴിക്കാറുണ്ട്. പച്ച നെല്ലിക്ക കഴിച്ചിട്ടുണ്ട്. അപ്പൊ ആദ്യം കഴിക്കുന്ന സമയത്ത് എന്ത് അനുഭവപ്പെടും? കയ്പ്പ് അനുഭവപ്പെടും. പിന്നീട് കഴിച്ചതിന് ശേഷം നമ്മളൊരു ചെറിയൊരു പച്ചവെള്ളമൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? മധുരം സംഭവിക്കും. എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് വഴക്ക് പറയുന്ന അധ്യാപകന്മാർ അല്ലെങ്കിൽ നമ്മുടെ രക്ഷിതാക്കന്മാർ നമ്മളെ നേർവഴിക്ക് നയിക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ഒന്ന് വഴക്ക് പറഞ്ഞെന്നോ അല്ലെങ്കിൽ ഒന്ന് പിച്ച് എന്നോ ഒന്ന് അടിച്ചെന്നോ ഒക്കെ വരും. അത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് എന്നുള്ള ബോധ്യം നമുക്ക് എപ്പോഴാണ് തുടങ്ങുന്നത്? അന്ന് മുതലാണ് നമ്മൾ വിജയത്തിന്റെ പാതയിലേക്ക് പോകുന്നത്, അല്ലെ? അത് മാത്രമല്ല, നിങ്ങൾ ഈ സ്കൂളിൽ കൂടുതൽ സമയം നിങ്ങൾ വീട്ടിനെക്കാട്ട് കൂടുതൽ സമയം ചെലവഴിക്കുന്നത് ഈ സ്കൂളിലല്ലേ, അല്ലേ? അപ്പൊ ഏറ്റവും കൂടുതൽ കാണുന്ന അധ്യാപകന്മാരെയല്ലേ? അപ്പൊ മാതാപിതാ ഗുരു ദൈവം എന്നല്ലേ നമ്മൾ പഠിച്ചത്. അതുകൊണ്ട് തന്നെ മക്കളോടുള്ള എൻ്റെ രണ്ടാമത്തെ ചോദ്യം ഇതാണ്: ഏത് അധ്യാപകന്റെ ജന്മദിനമാണ് ഇന്ത്യയിൽ അധ്യാപക ദിനമായിട്ട് ആചരിക്കുന്നത്? അധ്യാപക ദിനമായിട്ട് ആചരിക്കുന്നത് ആരുടെ ജന്മദിനമാണ് എന്നാണ് എൻ്റെ ചോദ്യം. അധ്യാപക ദിനമായിട്ട് ആചരിക്കുന്നത് ആരുടെ ജന്മദിനമാണ്? ഡോക്ടർ എസ് രാധാകൃഷ്ണൻ, ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണൻ. അൻവിത പറഞ്ഞ ഉത്തരം ഉറപ്പാണ് എന്ന് നിങ്ങൾക്ക് 3 പേർക്കും ബോധ്യമുണ്ടോ? മോന് ബോധ്യമുണ്ടോ? മോന് വേറെ ഒരു ഉത്തരവുണ്ടോ? ഇല്ല. അത് ഉറപ്പിക്കട്ടെ. സർവേപ്പള്ളി രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ഉത്തരവ് ഉറപ്പിക്കട്ടെ. ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ഉത്തരവും പൂർണ്ണമായും ശരിയായ ഉത്തരം തന്നെയാണ്. കൺഗ്രാജുലേഷൻ. ഒരുപാട് കയ്യടികളൊക്കെ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ? ഇനി മെഗാ സമ്മാനത്തിനും അതുപോലെ തന്നെ ഉത്തരത്തിനും ഒരു ചോദ്യം മാത്രം ബാക്കി കിടക്കുകയാണ്, അല്ലേ? ആ ചോദ്യം ഇതേപോലെ എളുപ്പമുള്ള ചോദ്യം ആകണം, അല്ലേ? എങ്കിൽ മാത്രമല്ലേ സമ്മാനങ്ങൾ കിട്ടത്തുള്ളൂ. അപ്പൊ മക്കളെ, ഇവിടെ സ്കൂളുകൾ എല്ലാ ദിവസങ്ങളും അസംബ്ലിക്ക് നടക്കാറുണ്ടോ? അസംബ്ലി എല്ലാ തിങ്കളാഴ്ചകളും നടക്കാറുണ്ട്. ഇപ്പൊ മഴയുള്ള ദിവസങ്ങളിൽ ഒരുപക്ഷെ നടക്കാൻ പറ്റത്തില്ല, അല്ലേ? മഴയില്ലെങ്കിലും നടക്കാറുണ്ട്. അപ്പോൾ അസംബ്ലി നടക്കുന്ന സമയത്ത് ആദ്യം നടക്കുന്ന പ്രോസസ്സ് എന്താ? ആദ്യം എന്താ ഉണ്ടാവുക? പ്രാർത്ഥനയാണ്. പ്രാർത്ഥനയുണ്ടാവും. പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെന്താ ഉള്ളത്? പ്രാർത്ഥന കഴിഞ്ഞ ശേഷം എന്താ നടക്കാറ്? പത്രവാർത്ത, പിന്നെ തോട്ട് ഓഫ് ദി ഡേ, അങ്ങനെയൊക്കെ ചോദിക്കും. അതിൽ പത്രവാർത്തയിൽ പറയുന്ന കാര്യങ്ങൾ കൂടാതെ നിങ്ങൾ ഇവിടുന്ന് പ്രതിജ്ഞ എടുക്കാറുണ്ടോ? പ്ലഡ്ജ് എടുക്കാറുണ്ടോ? എന്താണ് പ്ലഡ്ജ്? എന്താ പ്രതിജ്ഞ? എന്താ നിങ്ങൾ എടുക്കുന്ന? ഒരാൾ ചൊല്ലിത്തരാറുണ്ട്, അത് നിങ്ങൾ ചൊല്ലാറില്ലേ? ആ പ്രതിജ്ഞ ഏതാ? ഇന്ത്യ എന്റെ രാജ്യമാണ്, എല്ലാ ഇന്ത്യക്കാരും എന്റെ സഹോദരന്മാരാണ് എന്ന് തുടങ്ങുന്ന ദേശീയപ്രതിജ്ഞ എഴുതിയ ആളാണ്. ഇതാണ് സമ്മാനത്തിന് വേണ്ടി എന്റെ ചോദ്യം. ഇന്ത്യയുടെ ദേശീയപ്രതിജ്ഞയുടെ ഉപജ്ഞാതാവ്, ദേശീയപ്രതിജ്ഞ ഇന്ത്യ എന്റെ രാജ്യമാണ്, എല്ലാ ഇന്ത്യക്കാരും എന്റെ സഹോദരന്മാരാണ് എന്ന് തുടങ്ങുന്ന ദേശീയപ്രതിജ്ഞ എഴുതിയത് ആരാണ് എന്നാണ് മക്കളോടുള്ള എൻ്റെ സമ്മാനത്തിന് വേണ്ടിയുള്ള ചോദ്യം. സ്കൂൾ പാഠപുസ്തകം കണ്ടിട്ടില്ലേ? സ്കൂൾ പാഠപുസ്തകത്തിന്റെ രണ്ടാമത്തെ പേജിലാണ് ഇന്ത്യ എന്റെ രാജ്യമാണ്. കണ്ടിട്ടില്ല? അങ്ങനെ കണ്ടിട്ടില്ലേ? പിന്നെ അതിന് മുകളിലായിരിക്കും ജനഗണമന ഉണ്ടാവുക. അങ്ങനെയൊക്കെ കണ്ടിട്ടില്ലേ? കണ്ടിട്ടുണ്ട്. ആന്ധ്രാപ്രദേശുകാരനാണ്, മലയാളി എന്നല്ല. ആന്ധ്രാപ്രദേശുകാരനാണ് ഇദ്ദേഹം. ഇല്ല, അറിയില്ല. ഇതിലെ ഈ കൂട്ടത്തില് നന്നായിട്ട് പാട്ട് പാടുന്ന ആളാരാ ഉള്ളത്? അൻവിത പാടാറുണ്ട്. അൻവിത നമ്മുടെ സ്പോർട് ക്വിസിന്റെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട്, പ്രത്യേകിച്ച് നിങ്ങളെപ്പോലുള്ള വിദ്യാർത്ഥി പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് നല്ലൊരു പാട്ടൊന്ന് ആലപിക്കാൻ പറ്റുമോ? റെഡിയല്ലേ മോളെ? അവിടെയാണ് ക്യാമറ, അവിടെ നോക്കിയിട്ടാണ് ചൊല്ലുന്നത് കേട്ടാ. എന്നെ നോക്കണം. എൻ പൂവേ പൊൻപൂവേ ആരീരാരം പൂവേ കനവും നീ നിനവും നീ വായോ വായോ വാവേ നീ കണ്ണ എന്നെന്നും
ഉണ്ണിക്കണ്ണ എന്നെന്നും നിന്നെ കൂടാതില്ല ഞാൻ കുഞ്ഞാവേ. ഓ എൻ പൂവേ പൊൻപൂവേ ആരീരാരം പൂവേ കനവും നീ നിനവും നീ വായോ വായോ വാവേ. അൻവിത വളരെ നന്നായിട്ട് തന്നെ മോള് പാട്ട് പാടി തന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ 2 ചോദ്യങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ തന്നെ നിങ്ങൾ കണിക്കൊന്നയും കണ്ടെത്തി. ഒപ്പം തന്നെ ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണന്റെ പേരും പറഞ്ഞു. 3ാമത്തെ ചോദ്യം, ആ ചോദ്യത്തിനാണ് ഉത്തരം പറയാൻ പറ്റാതെ എൻ്റെ മുന്നിൽ നിങ്ങൾ നിൽക്കുന്നത്. ഇന്ത്യയുടെ ആ ദേശീയ പ്രതിജ്ഞ എഴുതിയ ആ വ്യക്തിയെ ഒരുപക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, കുട്ടികൾക്ക് ഒരുപക്ഷെ അറിയാമായിരിക്കും. പക്ഷെ പെട്ടെന്ന് മനസ്സിലേക്ക് ഉത്തരം വരാതെ ആണ് കാരണം. ആന്ധ്രാപ്രദേശുകാരനായ പൈദ്യമാരി വെങ്കിട്ട സുബ്ബറാവു എന്നതാണ് അതിന്റെ ശരിയായ ഉത്തരം. PV സുബ്ബറാവുവിന്റെ പേരായിരുന്നു മക്കളെ ഉത്തരമായിട്ട് പറയേണ്ടത്. ഇനി എവിടെയെങ്കിലും ഇതേപോലുള്ള ക്വിസ് പരിപാടികൾ നടക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ പറയണം ദേശീയപ്രതിജ്ഞ എഴുതിയ ആള് PV സുബ്ബറാവു ആണ് എന്നുള്ളത്. ഓക്കെയാണല്ലോ. ഈ കൊച്ചു മിടുക്കന്മാർക്ക് ഞങ്ങളുടെ ഏറ്റവും മികച്ച മെഗാ സമ്മാനം നേടുവാൻ സാധിച്ചില്ല എങ്കിൽ പോലും അവർക്ക് സ്പോൺസേർഡ് ചെയ്തിട്ടുള്ള ഒരു സമ്മാനങ്ങളുണ്ട്. അഞ്ചരക്കണ്ടി പബ്ലിക് വെൽഫെയർ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ചക്കരക്കൽ നൽകുന്ന ഒരു പ്രോത്സാഹന സമ്മാനം. ആർട്ടിക്ക മൊമെന്റ്സ് ചക്കരക്കൽ നൽകുന്ന മറ്റൊരു സമ്മാനം. ഇതേപോലെ കുട്ടികൾക്കും അതുപോലെ തന്നെ മറ്റു മത്സരാർത്ഥികൾക്കും പ്രോത്സാഹനമായ സമ്മാനങ്ങൾ കൊടുക്കുവാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ച് ഞങ്ങളെ അറിയിക്കുക. ഏതായാലും സ്പോർട്സ് ക്വിസിന്റെ മുതുകുറ്റി UP സ്കൂളിൽ വെച്ച് നടക്കുന്ന ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇനിയും കാത്തിരിക്കണം ഇവിടുത്തെ മിടുക്കരായ കുട്ടികളുടെ അധ്യായം കാണുവാൻ വേണ്ടി. തൽക്കാലം ഈ ദിവസം നിങ്ങളോട് യാത്ര ചോദിക്കുന്നു. ക്യാമറമാൻ ഷാജഹാനോടൊപ്പം ഞാൻ പ്രശാന്ത്.